അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ്. അജ പറഞ്ഞാൽ അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ? ഉമ്മാന്റെ ബർത്ത്ഡേ അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പോകും. ഇമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ നിൽക്കണ സ്ഥലേ ഇത് ഇമ്മാൻ്റെ പേരേക്ക് പോകണ വയ്യാട്ടോ. ഞാൻ വലിയ സംഭവമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിന് ഇമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഇമ്മാൻ്റെ ബർത്ത്ഡേ ഇതുവരെ നമ്മൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ, വേറെ കാര്യം. ഞാൻ ഇന്നലെ എന്താ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാനെ നൈസിൽ ബീച്ചിൽ കൊണ്ടുപോയിട്ട്, കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മളെ മിക്കിനെ കൊണ്ട് ഇൻഫ്ലുവൻസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയ ഡെക്കറൊക്കെ ചെയ്തിട്ട് ഒരു കേക്ക് മുറിയെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അത് സർപ്രൈസ് ആയിട്ട് പോകും. അമ്മാനെ കൊണ്ട് വെറുതെ കോഴിക്കോട് കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിങ്ങാണ്ട് അങ്ങനെ ഒരു സാധനമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് കാരണം നമുക്ക് അത് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ആ ഇവൻറ്റിനൊക്കെ പങ്കെടുത്തതിന് ശേഷം ഇപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇമ്മാൻ്റെ വീട്ടിലേക്ക് ഇമ്മാനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടൂരിലേക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകാനുള്ള പരിപാടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ അത് ആഘോഷിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇമ്മാനെ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്തുള്ള ഒരു കേക്ക് ഷോപ്പ് പോയിട്ട് കേക്കും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഉമ്മാക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടിയും സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിയിൽ ഡെക്കിലുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് ആ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി പാക്ക് ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പോൾ എല്ലാം സെറ്റാക്കി ഇരിക്കണം. ഒരു കേക്കും വാങ്ങിയിട്ടുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. അപ്പോൾ നേരെ ഉമ്മാൻ്റെ വീട്ടിൽ പോവുക, നൈസായിട്ട് ജസ്റ്റ് കേക്ക് മുറിച്ച് പിരിയുക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലിനുവിനെ വിളിക്കുക. ലിനു അമ്മൂൻ്റെ കുട്ടിയാട്ടോ, എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോള്. അപ്പോൾ അവളെ വിളിച്ചിട്ട് ഇമ്മ അവിടെ പുറത്തുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്ത്, ഉണ്ടെങ്കിൽ ഉമ്മാനെ നൈസിൽ അവിടുന്ന് മാറ്റാനുള്ള പരിപാടി വെക്കാം. വിളിക്ക്, ഫോൺ എടുക്ക്. എന്താ സംഭവിക്കണം നോക്കട്ടാ. പെട്ടെന്ന് 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 തീരുമാനമാക്കി റബ്ബേ. കൊണ്ടേ ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ വിളിച്ചോ. പെട്ടെന്ന് നോക്കട്ടെ എന്താ സംഭവിക്കും, നമുക്ക് കണ്ടറിയാം ഗൈസ്. കോള് പോണില്ലല്ലോ. സ്പീക്കറിലിട്. ഹലോ, എവിടെ? ഞങ്ങൾ ഈ വഴിയിലുണ്ട് കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. സോഫയിൽ കിടന്നുറങ്ങാൻ നീച്ചുവോ? വ്ളോഗ് ഓണാട്ടോ. വ്ളോഗ് ഓണാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പോകാം. ഈ ക്യാമറ പിടിക്ക്. ഇമ്മ നീച്ചാണെങ്കിൽ നീച്ചോട്ടെ. കാർക്ക് ഉള്ളിൽ അങ്ങനെ കാണുന്നുണ്ടാവില്ല. കേക്ക് ബേക്കത്തെ സീറ്റിലേക്കാം. അങ്ങനെ പറയണോ ഉമ്മാനെ? എനിക്ക് അവിടുന്ന് ഒഴിവാക്കാൻ കഴിയോ? വിളിക്കുന്നുണ്ട് അമ്മായി, എനിക്ക് ഇവിടെ ഇരിക്കണം, നിങ്ങൾ ബെഡിലൊന്ന് കിടക്കു വെച്ചാൽ മതി. അമ്മമ്മയുണ്ടോ? ആയിക്കോട്ടെ, സീനില്ല അടക്കരുത്. നമ്മളേതായാലും വ്ളോഗ് ഓണാക്കി അങ്ങനെ വരികയാണേ. ഇമ്മ അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. കേക്ക് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ വെക്കാം. നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം പോകണുള്ളൂ പറയാം. ബാക്കി പിന്നെ പിടിച്ചാ. ഓക്കെ 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 അപ്പോൾ ഗൈസ്, നമുക്ക് പോയേക്കാം. ഇമ്മ അവിടെ പുറത്തന്നെ ഉണ്ട് എന്നാണ് കേട്ടത്. എന്തെങ്കിലും വഴി കാട്ടിയിട്ട് നമുക്ക് ഉമ്മാനകത്താക്കാനുള്ള വഴി നോക്കണം. ഇനി പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ. എന്തായാലും പോയോക്കട്ടെ. ഇമ്മ ഏതായാലും ഇത് എക്സ്പെക്ട് ചെയ്യണില്ല. കാരണം ഉണ്ടല്ലോ, ഇമ്മ ഞങ്ങൾ ഇവിടുന്ന് വേഗം പറഞ്ഞേച്ചു ഉമ്മാനെ ഡ്രോപ്പ് ചെയ്താണ്ട് വേഗം പെരീക്ക് കുട്ടോളി. ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഉപ്പാക്ക് ഫുഡിനുള്ള കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പറഞ്ഞു. അപ്പോൾ നമ്മളെന്താട്ടി നേരെ ഉപ്പാനെ വിളിച്ചോണ്ടോ, നിങ്ങൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് തിന്നി, നമ്മൾ ഉമ്മക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സപ്പോർട്ടായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഉമ്മനോടേക്ക് പോയേക്കാം. ഓക്കെ 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 അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി കയറി നൈസിൽ ഉമ്മാൻ്റെ പേരേക്ക് പോകാട്ടോ. ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ പേരാണേ. എന്താകുമെന്ന് അറിയില്ല. ഉമ്മ പുറത്തുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി നോക്കണം. കാരണം ഉമ്മ നമ്മളെ പറഞ്ഞയച്ചതാണ് ഇപ്പൊക്ക് ചോറ് വെച്ചാൽ. നമ്മൾ ചെന്നിട്ട് വേണം ഇപ്പൊക്ക് ചോറ് വെച്ചാന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞയച്ചതാ. എത്തിട്ടോ, വളവ് എത്തിയ വണ്ടി. അല്ലെങ്കിൽ ഇവിടെ നിർത്തിയിട്ടാണ് നടക്കണം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾ പോവും. അങ്ങോട്ട് കാറുകളൊക്കെ പോകാണ്ടാവോ? ഞമ്മക്കേ ഇവിടെ നിർത്താട്ടോ വണ്ടി. ഇവിടെ നിർത്തിയിട്ട് ലിനുവിനെ ഒന്നുകൂടി വിളിച്ചാലോ? ലിനുവിനെ വിളിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് കാറും കൊണ്ട് പോകാം. കാറിൻ്റെ ഒച്ചയിട്ട് ചിലപ്പോൾ ഉമ്മ നീച്ചു. ഓക്കെ
അതിൻ്റെ ഷാൾ ഇട്ടാ ഇല്ലാതെ നീക്കൂല. ആ വിളിച്ചോട്ടെ. എന്താ കുത്തിച്ച? ഹലോ, ഇമ്മാൻ്റെ അടുത്ത് ഷാൾ എന്തെങ്കിലും ഉണ്ടോ? ആ മതി മതി. ഓക്കെ, ഇപ്പോൾ ഉറങ്ങനല്ലേ? ആ ഞങ്ങൾ എന്നാ വണ്ടി ഇവിടെ ഈ വൈക്ക വണ്ടി എടുത്തിയാൽ കുഴപ്പമില്ലല്ലോ? വലിയ വണ്ടിയൊന്നും ഇല്ലല്ലോ? ഓക്കെ 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 ഓക്കെ. തൽക്കാലം ഇവിടെ ഇറക്കിയിട്ട് പോവാം. ലൈറ്റോ ഇറക്കി നമുക്ക് ഞങ്ങൾ ഇന്നാലേ അടുക്കളയിൽ കൂടെ വരട്ടെ. ആ അടുക്കളയിൽ കൂടെ പോകാം, നമുക്ക് അവിടെ സെറ്റാക്കാം. അടുക്കളയിൽ കൂടെ കയറിയങ്ങാണ്ട് ഇതാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങൾ അടുക്കളയിൽ കൂടെ വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അടുക്കള ഫോൺ എടുത്തോട്ടോ, അടുക്കളയിൽ കൂടെ പോകാട്ടോ. ഇമ്മ ഹാളിൽ സോഫയിൽ കിടക്കേണ്ടി വരണം. അടുക്കളയിൽ കൂടെ പോയേക്കാം. ഇറങ്ങൂലേ? ഓക്കെ ഗൈസ്, നമ്മൾ കേക്ക് നൈസിലെടുത്തു. ഇതും പാടെ എടുക്കേ? അമ്മക്കുള്ള ഗിഫ്റ്റ് പിന്നെ ഒന്ന് എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെനിക്ക് പിടിക്കാനോ? ഓക്കെ ഗൈസ്, എൻ്റെ ഒരു മൈക്കോളൂ. ഒരു മൈക്ക് വേണം. എനിക്ക് മൈക്ക് വേണോ? എന്താ നമ്മൾ മുണ്ടല്ലേ സാധനം സർപ്രൈസാണ്. എന്താന്നുള്ളത് സാധനം സർപ്രൈസാണ്. വാ 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 വാ. ഇമ്മ നീച്ചരുത് കേട്ടോ. മുണ്ടല്ലേ അല്ല, അവിടെ അമ്മോൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓല് ചിലപ്പോൾ ഒച്ചപ്പൊളിണ്ടാക്കി ഇമ്മനെ നീപ്പിച്ചു. ഇമ്മ നീച്ചരുത്. ഇജ് വർത്താനം പറയണേ കേൾക്കൂല, മൈക്കിൻ്റെ അടുത്താണ്. കട്ടാക്കണ്ട കട്ടിങ്ങും ഇല്ല. വാ വാ വാ. അപ്പം ഗായ്സ്, ഇതാണ് ഉമ്മാൻ്റെ വീട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഉമ്മ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞതേ. ഏതാ റൂമൊക്കെ? ആ റൂമൊക്കെ ഒരു കാര്യം ചെയ്യ്. എന്താണ് കാര്യം? പറഞ്ഞോ, കാര്യം പറ. നമുക്ക് എവിടെ? മുന്നിലോ? ആ ചെല്ലി, അങ്ങനെ ചെല്ലി. ഇമ്മാനെ മുന്നിൽ ആരോ വന്നിക്കണ്, പോയോക്കി പറഞ്ഞാണ്ട് ചെല്ലു കേട്ടോ. എവിടേക്ക് ക്യാമറ പിടിച്ചോണ്ട് ഡിസ്കോ? പോകാം പോകാം പോകാം. വാ 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 വാ. ഗായ്സ്, തൊപ്പി. ഇങ്ങോട്ട്. ഇമ്മയിലല്ല, അല്ല അല്ല അല്ല, ഇമ്മ നടക്കണ റൂമില. കന്നഡ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇപ്പൊ എന്താ സംഭവം വിചാരിച്ചിക്കണേ?
ബർത്ത്ഡേ ഗേൾ. ആ ചണി 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 ബർത്ത്ഡേ ഗേളാണിത്. ബർത്ത്ഡേ ആയിട്ട് കടന്നുറങ്ങുക. സാറയിക്കണേ, ഏതാ ലുക്ക്, ടോപ്പ് ആയിക്കണേ. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് 1-2 സാധനം കൂടി വെക്കാണ്ട്, 1-2 സാധനം കൂടി വെക്കാണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ ലുക്കിലേക്ക് വരിക കേട്ടോ. ഫുൾ ലുക്കിലേക്ക് വരണമെങ്കിൽ വെച്ചാണേ ആദ്യം കണ്ണോട് വരി. നിങ്ങളിവിടെ കടന്നുറങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് എങ്ങനെയെങ്കിലും ലിനുവിനെ വിളിച്ചാണ്ട് നിങ്ങളെ ഇവിടുന്ന് മാറ്റാൻ. ഏതാ ലുക്ക്, സൂപ്പർ. അല്ല ഇമ്മമ്മടെ പിന്നെ പോയോ? അതാ ഇമ്മമ്മാനെ കണ്ട് ഇപ്പം വന്നത്. നീ നീച്ചതാണ്. ഹായ്. ഇതില്ലേ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇന്നേ വരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ തോരണം നമുക്ക് കിട്ടിയിട്ടില്ല. അന്നും ഇന്നും ഒന്നും ബ്രൈറ്റ് ടു ബി. ഇത് പെണ്ണ് മറ്റേ കല്യാണത്തിന് പുതിയണ്ണുമാരിടൂല ആ സാധനം കേട്ടോ. അഗെയിൻ ബ്രൈറ്റ് ടു ബി. മറ്റേ സൈഡോ? ഇതിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ? ഇങ്ങനെ തന്നെയാണ്. ഇതിന് പിന്നാണ് ശരിക്കും ഇത് കുത്താനേ. ഇതിൻ്റെ അടുത്ത് പിന്നെ അതിൻ്റെ പിന്നുണ്ടോ? ഇത് കുത്തി കൊടുക്കട്ടെ. ഗൈസ് യു എക്സൈറ്റഡ്? നല്ല ലുക്ക് അയക്കണല്ലേ, സൂപ്പർ അയക്കണേ. ഇതൊന്ന് കുത്തട്ടെ, ഇതൊന്ന് കുത്തി കൊടുക്കട്ടെ ഗൈസ്. ഒരു മിനിറ്റ്. അയ്യോ, അപ്പോൾ ബർത്ത്ഡേക്കാരി ഫുൾ ലുക്കിലേക്ക് മാറിട്ടാ. സൂപ്പർ ടോപ്പായി. ഞാൻ ഐശ്വര്യമായിട്ടൊരു കേക്ക് മുറിച്ചാലോ? കേക്ക് ഇവിടെ നിന്ന് മുറിച്ചാ ഈ ഇത് നമുക്ക് വരി. ഇപ്പം പുറങ്ങാണ്, ഇപ്പം കടന്നോട്ടെ. ഇപ്പം പന കാണൂല. ഇപ്പം ക്ഷീണിതനായിട്ട് ഉറങ്ങണേ. ഇതൊക്കെ എന്താ ഇത് പുറത്തുനിന്ന് കണ്ടിക്കണേ. പുറത്തുനിന്ന് കണ്ടിട്ട് ഇങ്ങനെ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വിചാരിച്ചു, പേടിച്ച് ഞാൻ. ഓക്കേ, കേക്കിൻ്റെ ക്ലോസിലേക്ക് അടി കൊടുക്കേ. എന്താ ഉണ്ട് കേക്ക്? ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ബർത്ത്ഡേ അമ്മ. ബട്ടർ സ്കോച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടം? കേക്കിൻ്റെ ലുക്ക് ഉണ്ടാണ് വാങ്ങിയ. അപ്പോൾ ഗൈസ് ഐശ്വര്യമായിട്ട് ഉമ്മാനെ കൊണ്ട് കേക്ക് ഉറപ്പിച്ചോട്ടാ. കുട്ടികളൊക്കെ വരൂ, മക്കൾസൊക്കെ വരൂ. ഹായ് 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 ഹായ്. ഇതൊക്കെ അമ്മാൻ്റെ കുട്ടികളാട്ടാ. അല്ലാ ഇതാ മുറിച്ചാണി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ബർത്ത്ഡേ ടു യു. നമുക്ക് പാടാനറിയാം. ഹാപ്പി ബർത്ത്ഡേ. വലിയ കേക്കാണ് മുറിച്ചിക്കണില്ലേ? നിങ്ങൾക്ക് ഷുഗറില്ലേ? വലിയ കേക്കാണ് മുറിച്ചാണ്ട് എടുക്കാം. ആദ്യം ബർത്ത്ഡേക്കാരി കഴിക്കൂ. എന്നാ നിങ്ങളെ കൊടുക്കേണ്ടത് വിളിക്കേ, ഞാനല്ലേ? താങ്ക് യു. ബാബാ കുറച്ച് മധുരമാവാം. വരി, അടിപൊളി കേക്കാണ്. അപ്പോൾ ഗൈസ് കേക്ക് നമ്മൾ കരുതിയ പോലെ തന്നെ അടിപൊളി കേക്കാട്ടോ. സംഭവം കൊള്ളാം. കേക്ക് എനിക്ക് ലൈക്കായി. അതാ പോയോ? അപ്പോൾ ക്യാമറ ഷൈ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഓലെ നമ്മൾ ഒഴിവാക്കി കേട്ടോ. ഇനി ഇതാ ഓക്കെ. അത് അമ്മ ഇത് നിങ്ങളെ വകയായിട്ട് ഒന്ന് ഇതാക്കി തരും. ഇപ്പൊ കുപ്പേടമായതാ. ഓക്കെ, നമ്മളെ ഇപ്പൊ വരാണ്ട്, അതായത് ഉമ്മാൻ്റെ ഇപ്പട്ടോ. ഇപ്പൊ ഓ, അപ്പൊ ഞാനാരെ പൊട്ടനാ? എനിക്കില്ല ഫോട്ടോ എടുക്കാനൊക്കെ പുതിയില്ലേ? നമുക്ക് ആകെ കുറവായി. ഓളെന്താ അറിയോ, നമ്മൾ നേരത്തോടെ വന്നാണ്ട് ഉമ്മാനെ ഇറക്കി പോയതാണേ. അപ്പോൾ ഓള് വിചാരിച്ച് ഞങ്ങൾ ആപ്പനെ വിളിച്ച്, അപ്പനെ വിളിച്ച്. ഇപ്പം അപ്പനെ വിളിച്ചാണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഉമ്മക്ക് പുറത്തിൽ കൊടുക്കാതെ വരികയാണ്, നിങ്ങൾ ഹോട്ടലിൽ പോയിക്കളെ. ആയിക്കോട്ടെ. അപ്പോൾ ഹോട്ടലിൽ പോയിക്കള്. എന്നൊരു കേൾക്കുന്നോളി. പൊട്ടത്തേക്ക് ആട്ടട്ടെ, അതൊക്കെ കാട്ടി കൊടുക്കണേ. ഇതാണ് ഇപ്പട്ടോ ഇമ്മാൻ്റെ. ഇതാണ് ഞങ്ങളെ ഗ്രാൻഡ് ഫാദറെ. ഇമ്മാൻ്റെ പെട്ടത് തിന്നി ഒരിത്തിരി വെറുതെ നാമച്ച് നോക്കി, ഇത്തിരി നാമച്ച് നോക്കി. ഇപ്പൊക്കെ നല്ല തീറ്റ. ഇപ്പൊ നാമച്ച് നോക്കി പറഞ്ഞപ്പോഴേ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ഇപ്പൊപ്പാക്ക് ഇഷ്ടപ്പെട്ടുട്ടാ. കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് എല്ലാവരും കഴിക്കി. നിങ്ങളേ ഇതൊന്ന് ഒന്ന് സെറ്റാക്കി തന്നെ. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഇനിയിപ്പോ അത് ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾക്ക് സമ്മാനം അല്ലെങ്കിലോ? ഒരു ചെറിയ സമ്മാനം നിങ്ങൾക്ക്. സമ്മാനം ബർത്ത്ഡേ ആകുമ്പോ സമ്മാനം അല്ലെങ്കിൽ മോശമല്ല. അപ്പൊ നമ്മളൊരു ചെറിയ സമ്മാനം ഉമ്മാക്ക് വേണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. ചെറിയൊരു സമ്മാനം. അല്ലല്ല സമ്മാനം എടുക്കട്ടെ. സമ്മാനം ഗസ്റ്റ് ചെയ്യണം. നമ്മ കയ്യേ കേട്ടോ. സമ്മാനം ഗസ്റ്റ് ചെയ്തിട്ട് ഉമ്മക്ക് ചിന്തിച്ചാൽ കിട്ടൂല. നമുക്ക് അതിന്റെ പേരറിയാവോ? ബർത്ത്ഡേന്റെ കേക്ക് ഇടുന്നു. അതിന് ഉമ്മമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടില്ലേ? ഓക്കെ, ഞാൻ ഉമ്മമ്മ ഉണ്ടാവുന്ന കരുതിയിട്ടാണ് ഈ നേരത്തെ വന്നത്. അപ്പൊ ഉമ്മമ്മ മിന്നില്ലേ? ഓക്കെ, എന്തായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവന്ന പ്രസന്റേഷൻ എന്നുള്ള ഗസ്? അല്ലല്ല, ഇപ്പൊ ഗസ് പേര് കിട്ടൂല. ഓൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ അറിയൂ. എന്നാലും ഒരു ഗസ് ഇടേ. ഒരു ഊഹം. പേരിന് കിട്ടാൻ ചാൻസ് കുറവാ. അതെന്തോ ആകാം. അല്ല ബൊമ്മക്കുട്ടിയാ? ഉറപ്പാ? യൂർ എന്നാ അടക്ക്, ഞാൻ കവറ് അൺബോക്സ് ചെയ്ത് തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കവറ് അതാ സാറായിട്ട് പൊതിഞ്ഞണേ. സംഗതി അടിപൊളിയാക്കി പാക്കൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ ബമ്മക്കുട്ടിയാണെന്ന് അറിയണേ? എന്നാ ബമ്മക്കുട്ടീനെ വിളിച്ചു നോക്കി. നിങ്ങൾക്ക് പറ്റണ ബമ്മക്കുട്ടിയാണ് നോക്കി. ഇങ്ങനെ വലിച്ച് കയറിയാൽ മതി. ഒരു മിനിറ്റ്, കാണികൾ ഇപ്പം ഗസ് ചെയ്യണം കേട്ടോ എന്താ ഗിഫ്റ്റ് എന്നുള്ളത്. ഈ സൈസ് നോക്കുക, എന്നിട്ട് എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾ വെറുതെ ഗസ് ചെയ്തോളി. ഇത് വീഡിയോ അടിച്ചിട്ടാണ് നിങ്ങൾ ഗസ് ചെയ്യാൻ നിൽക്കരുത്. അതിന് മുമ്പ് ഗസ് ചെയ്താണ്ട് കമൻറ്റിൽ അറിയിക്കും. ഓക്കെ, ശരിയായ കമൻറ്റ് അറിയിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സമ്മാനം ഇപ്പം പറയണില്ല. പിന്നെ ഞാനോട് കുടുങ്ങും. അഥവാ റെഡി ആയ പിന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഗസ് ചെയ്യാതെ തരും. നിങ്ങൾ വിളിച്ചോളേ. എന്താണ് എന്നാലും ബമ്മക്കുട്ടി എന്താണ്? പൊളിച്ചോളി നിങ്ങൾ തന്നെ പൊളിച്ചോളി. യെസ് ഗൈസ്, അങ്ങനെ സാധനം റിവീൽ ആയിട്ടാ. എന്താ സാധനം എന്നുള്ളത് റിവീൽ ആയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇഷ്ടപ്പെട്ടോ? സമ്മാനം ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ, അടിപൊളി സമ്മാന. അപ്പൊ ഗായ്സ്, മറ്റൊന്നുമല്ല, സുജാത സ്പോൺസർ ചെയ്യുന്ന, സുജാത പൈസ കൊടുത്ത് വാങ്ങിയാണ്. അപ്പൊ സുജാത സ്പോൺസർ ചെയ്യുന്ന മിക്സി. ഇതെന്താന്നറിയോ? വേറെ സംഭവം ഉണ്ട്. നമ്മൾ ഈ ഇമ്മാർക്കേ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടും ചെരുപ്പ് എടുത്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഇവർക്ക് അതിർപ്പം പിടിച്ച പരിപാടി പറഞ്ഞാൽ അടുക്കളയാണ് ഇവരെ മേഖല. ഇവർക്ക് താല്പര്യമുള്ള മേഖല അടുക്കളയ്ക്ക് പാത്രം കിട്ടുക, ഗ്ലാസ് കിട്ടുക, അതേമാതിരി ഇങ്ങനത്തെ മിക്സി കിട്ടുക. ഇപ്പം മിക്സിക്ക് മുപ്പത്തി കുറേ ദിവസമായിട്ട് വാട്ടം മുടിച്ചിട്ടുണ്ട്. പെരീത്തെ മിക്സി ഓണാക്കിയാൽ അപ്പുറത്ത് പെരീത്തെ കാക്കാർ വരെ നീച്ചു ഉറക്കത്തുനിന്ന് അമ്മൊരു സൗണ്ടാണ് മിക്സിക്ക്. മില്ലിൽ മരം പൊടിച്ച മാതിരിയാണ് നമ്മളിവിടുത്തെ മിക്സിൻ്റെ സൗണ്ട്. മിക്സി ആയ കേടനീ അല്ലേ? അമ്മ കുറേ ദിവസമായി മിക്സിക്ക് ഇങ്ങനെ വാട്ടം പിടിച്ചിരിക്കണേ. അപ്പോൾ ഇമ്മ ഇങ്ങനെ പറയും ചെയ്യും സുജാതൻ്റെ മിക്സി വാങ്ങണമെന്ന്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാനല്ലേ പ്രീതി വാങ്ങാൻ നിൽക്കേനി. ഇതിലേറെ വില ഉണ്ടേനി പ്രീതിക്ക്, അത് വാങ്ങാൻ നിൽക്കേനി. അതിൽ പിന്നെ നിങ്ങൾ സുജാത പറഞ്ഞ വാട്ടം പിടിച്ചപ്പോൾ സുജാതന്റെ മിക്സി ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടോ മിക്സി? ഇഷ്ടപ്പെട്ടോ മിക്സി? സൂപ്പർ, അടിപൊളി, സൂപ്പർ. ഇപ്പൊ ഉറങ്ങണ ആരില്ലേ? അതിന്റെ ഇടയിൽ ഉൾച്ചെരുത്തിയാണ്ടേ ആകെ ഇങ്ങോട്ട് സ്വീപ്പാക്കി. ഇതിന്റെ ബില്ലാണ്. ഇതൊന്ന് മാറ്റി വെക്കി. ഇനി ഫുള്ള് പൊളിച്ചളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അറിയില്ല. ഞാൻ പൊളിച്ചു തരണോ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മിക്സി. ഇതിൻ്റെ ബില്ലും ഇതാണ്. ഇത് കളയാൻ പാടില്ല. ഇതാ കുടിച്ചാണ്. അയ്യോ,
ഇത് പൊട്ടിച്ചാണെങ്കിൽ ചിലപ്പോൾ കത്തിയാണ്ടി വരും. അല്ല അപ്പോൾ അമ്മ വാട്ടം പിടിച്ചമ്മാൻ്റെ മിക്സി നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ഓ ഇത് ഒക്കെ പാടെ അൺബോക്സ് ചെയ്യുമ്പോഴത്തിന് ഒരു സമയം എടുക്കും. ഓക്കെ ഇതിന് എന്തൊക്കെ ഇതാണ് നിങ്ങളെ മിക്സി. കറുപ്പ് കളറാണ് ഞാൻ പറഞ്ഞത്. വെള്ള 3 ജാറോ 3 ജാറ് ഗൈസ്. ഒരു ജാറ്, രണ്ടാമത്തെ ജാറ്, മൂന്നാമത്തെ ഇത് മിക്സി പ്ലസ് ജാറ്. അപ്പോൾ ഇതാണ് സുജാതൻ്റെ മിക്സി. ഓക്കെ അപ്പോൾ സെറ്റാണ്. ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക്? ഓക്കെ ഗായ്സ്, അപ്പോൾ ഉമ്മ ഹാപ്പിയാണ്. ആ ഈ 43-ാമത്തെ വയസ്സിൽ യൗവനം തുളുമ്പി നിൽക്കുന്ന കുഞ്ഞുമാറുകൾക്ക് എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? എന്താ പറയാ 43 പുതിയ മിക്സി ഉണ്ടെന്നു അതപ്പോ പറയുന്നത്. ഹാപ്പിയാണ് നിങ്ങള്? ഹാപ്പി അല്ലാതെ ആ എന്നാ മതി. അല്ലാ എങ്ങനെയാണ് ഇങ്ങനെ യൗവനം തുളുമ്പി നിൽക്കാൻ പറ്റണേ? വാർദ്ധക്യം യാഥാർത്ഥ്യത്തിൽ വാർദ്ധക്യം കഥകിൽ വന്ന് മുട്ടുന്നുണ്ടെങ്കിലും യൗവനം തുളുമ്പി നിൽക്കുന്ന കുഞ്ഞുമാണ്ടത് അൽ കുഞ്ഞുമോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇതാണ് ഉമ്മാൻ്റെ മിക്സി. ഞാൻ പിന്നെ വേറൊരു സംഭവം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് ഒരിക്കൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് അധികം സമയമില്ല, എൻ്റെ ലീവും കാര്യങ്ങളൊക്കെ തീരാനായി. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ അടുത്ത ബർത്ത്ഡേ ഇതിലും ഉഷാറായി എന്താ പറയുക ആഘോഷിക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ടാറ്റ ബൈ ബൈ. ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ആ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ എടുത്ത ആളെ കാണിച്ചു തരാം. ആ അപ്പോൾ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ എടുത്ത് നമ്മളുമായി സഹകരിച്ച സ്ഥാപനം മറ്റാരുമല്ല എൻ്റെ ഭാര്യ. ഭാര്യ പറഞ്ഞിട്ട് കാര്യമില്ല. ഇമ്മ അങ്ങക്ക് ഇപ്പോൾ ചെറിയൊരു ചായ കൊണ്ട് കേട്ടോ അവളോട്. നിങ്ങൾക്ക് ഇന്ന വല്ലാതെ പറ്റാതായിരുന്നു. അതായത് ഞാൻ പെണ്ണിട്ടിന് ശേഷം ഞാനാണ് മകൻ എന്നുള്ള ബോധം ഇമ്മ മറന്നു പോകുന്നു എന്നുള്ളൊരു സംശയം മൊത്തത്തിലുണ്ട്. ഇവര് രണ്ടാളും ഫുള്ള് ടീം. ഇവര് രണ്ടാളും ഫുള്ള് ടീം. ഞാൻ പൊട്ടനെ വയ്ക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ ടേക്കിംഗ് ദി വീഡിയോ. ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ചെയ്ത് എല്ലാം ചെയ്ത് സെറ്റാക്കിട്ടോ. താങ്ക് യു ഗൈസ്.